അപ്പോൾ നമ്മൾ പുതുതായിട്ട് ചെയ്ത് കഴിഞ്ഞ സ്റ്റെയർ കേസാണ് ടൈസസിൻ്റെ സ്റ്റെയർ കേസാണ്. നമ്മൾ ആദ്യം നമ്മുടെ ഗ്ലാസിൻ്റെ സ്റ്റെയർ കേസൊക്കെ പ്ലാൻ ചെയ്തു. പക്ഷേ അതിൻ്റെ ഗ്ലാസ് സ്റ്റെയർ കേസ് നമുക്ക് ടഫ് ആൻഡ് എങ്ങനെ ചെയ്താലും ബൂട്ടിലൊക്കെ വെച്ച് ചെയ്തിട്ട് ചെറിയ ഷെയ്ക്ക് ഉണ്ടാകും. അപ്പോൾ ആ കോൺഫിഡൻറ്റ് ലെവലിൽ അവർക്ക് അത്ര പോരാ. അപ്പോൾ ശരി നമ്മൾ ഇതിലേക്ക് തന്നെ വരാം. വുഡാകുമ്പോൾ കുറച്ചും കൂടി വുഡും നമ്മൾ ചെയ്യാറുണ്ട്, പക്ഷേ വുഡിൽ നമുക്ക് ഭയങ്കര എക്സ്പെൻസീവ് അല്ലേ. അപ്പോൾ അത് വേണ്ടാന്ന് കൊണ്ടാണ് ഈ മോഡലിലേക്ക് വന്നത്. അപ്പോൾ മാസ്റ്റർ കാല് ഒരു വുഡ് കൊടുത്തിട്ടുണ്ട്, അതേപോലെ മുകളിലും ഒരു ലെഗ് വുഡ് കൊടുത്തിട്ടുണ്ട്. ബാക്കിക്ക് എസ് കേട്ടോ. ഇതാണ് മോഡൽ. ഫുള്ള് റൗണ്ട് പൈപ്പാണ്. റൗണ്ട് പൈപ്പിൽ സെൻട്രലിൽ മാത്രം ഒരു ഡിസൈൻ, നമ്മളൊരു ഗ്ലോവ് എല്ലായിടും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട്, സിമ്പിളായിട്ടുണ്ട്, സ്ട്രോങ്ങിനൊന്നും ഒരു പ്രശ്നമില്ല. ക്വാളിറ്റി അതേപോലെ തന്നെ കേട്ടോ. നമ്മൾ എന്തായാലും ചെയ്യുമ്പോൾ അതൊക്കെ നിങ്ങൾക്ക് നോക്കി തന്നെ അത് 304 ആണ് കേട്ടോ. നമ്മൾ 304 ഗ്രേഡ് തന്നെ ചെയ്യുന്നത്. അപ്പോൾ റേറ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ടോട്ടൽ ലെങ്ത് എത്രയുണ്ട്, മാസ്റ്റർ കാർഡ് എത്ര വേണം, ഏത് ക്വാളിറ്റി വേണം നോക്കിയിട്ടാണ് പറയുന്നത്. എന്നാലും ഏകദേശം നമുക്ക് നല്ല വൃത്തിയിൽ നല്ല ക്വാളിറ്റിയിൽ ചെയ്യണമെങ്കിൽ എന്നാലും ഒരു റണ്ണിങ് ഫീറ്റ് ഒരു 600 റുപ്യ 650 റുപ്യ ആ ലെവലിൽ ചിലവ് വരും. നന്നായി ചെയ്യണമെങ്കിൽ. പിന്നെ നമ്മൾ നമ്മുടെ ദൂരം അതൊക്കെ കണക്കാക്കിയിട്ടാണ് ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ സംഭവം എങ്ങനെയായാലും അവർക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. എങ്ങനെയുണ്ട് സംഭവം?